നമ്മുടെ വീട്ടിലെ ഒരു കുഞ്ഞു സ്പേസ് ചെറിയ രീതിക്കൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് പ്രൊഡക്ട്സ് ഓർഡർ ചെയ്തിരുന്നേ. ചെറിയ കാര്യം വലിയ സന്തോഷം എന്ന് പറയില്ലേ, ആ ഒരു സംഭവം തന്നെയായിരുന്നു കേട്ടോ. ഇതെല്ലാം അൺബോക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് ആ ഫൈനൽ റിസൾട്ട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത് വീട്ടിലെ സ്ഥലപരിമിതിക്കുള്ളിൽ ചെറിയ രീതിക്കെങ്കിലും ഇങ്ങനൊന്ന് സെറ്റ് ചെയ്തെടുക്കണം എന്ന് ഈ വീഡിയോ കണ്ട നിങ്ങൾക്കും തോന്നും ഒന്ന് ചെയ്താലോ എന്ന്. അങ്ങനെ തോന്നുന്നവർക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ തന്നെയാണിത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പൊട്ടിച്ചാലോ. ഇനിയൊരു കാര്യം കൂടെ പറയാം, നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സിനും കൂടിയിട്ട് 1000 രൂപ പോലും ആയിട്ടില്ല കേട്ടോ. ചെറിയൊരു പൈസക്കാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുത്തത്. ആദ്യത്തെ ഐറ്റം സാമ്പ്രാണി ഹോൾഡർ ആണ്. ഇത് ഞാൻ വാങ്ങിച്ചത് 108 രൂപയ്ക്കാണ് കേട്ടോ. ആ ഒരു എമൗണ്ടിന് എക്സ്ട്രാ വർത്തായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇത്. ഇതിപ്പോൾ മിക്ക വീടുകളിലും ഉണ്ടാവും, നമുക്ക് പൂജാമുറിയിലാണെങ്കിലും യൂസ് ചെയ്യാലോ. പക്ഷേങ്കിൽ നമ്മൾ ഇന്നിപ്പോൾ ഓർഡർ ചെയ്തത് പൂജാമുറിയിൽ വെക്കാനല്ല കേട്ടോ. ഇനി നമ്മൾ പൊട്ടിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം ഇതില്ലാത്ത വീടുകൾ വളരെ കുറവായിരിക്കും. കാരണം എന്തായാലും 5 വർഷത്തിലൊക്കെ കൂടുതലായിട്ടുണ്ട് ഓൺലൈനിൽ ഇതിങ്ങനെ തിളങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേങ്കിൽ ഇവനെ നമ്മൾ വാങ്ങിക്കുന്നത് ഇപ്പോഴാണ് കേട്ടോ. അല്ല, ഇവനെയും കൊണ്ടുള്ള ഉപയോഗം നമുക്ക് ഇപ്പോഴാണ് വന്നത് എന്ന് പറയണതാവും ശരി. സംഭവം എന്താന്നുള്ളത് മനസ്സിലായില്ലേ? ആ ഒരു കുഞ്ഞൻ ടേബിൾ ഇല്ലേ, അത് തന്നെ. മൾട്ടി പർപ്പസ് ഉള്ള ഈ ഒരു ടേബിൾ 286 രൂപയ്ക്കാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. ഇത് പൊട്ടിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് തോന്നിയത് എന്താ അറിയോ? ഈശ്വര, എന്താ നമ്മളിത് ഇത്രയും വർഷം വാങ്ങിക്കാതിരുന്നതെന്നാണ്. കാരണം അത്രയും ക്വാളിറ്റിയിൽ അടിപൊളി പ്രൊഡക്റ്റഡാ. ക്വാളിറ്റിയും ലുക്കും ഒരുപാട് ഉപയോഗങ്ങളുള്ള ഈ ഒരു ടേബിളൊക്കെ ചെറിയ വിലക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു അതിശയല്ലേ? 286 രൂപയ്ക്ക് ഇങ്ങനെ ഒരു ടേബിൾ എന്ന് പറയുമ്പോൾ അതിന്റെ ക്വാളിറ്റിയും ലുക്കൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു സംശയവും പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ അത് പൊട്ടിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ടെൻഷന്റെ 4 ഇരട്ടി സന്തോഷമാണ് ഉണ്ടായത്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഈ വാൾപേപ്പറിന്നോ വാൾ സ്റ്റിക്കറിന്നോ എന്താ പറയില്ലേ, ആ ഒരു സംഭവമാണ് കേട്ടോ. 157 രൂപയ്ക്കാണ് ഇത് വാങ്ങിച്ചത്. പക്ഷേങ്കിൽ ഇത് പൊട്ടിച്ചപ്പോൾ പണി പാളിയോ എന്നാണ് മനസ്സിലേക്ക് ആദ്യം വന്നത്. കാരണം നമ്മളിത് ഒരു പിക്ക് ആണെന്ന് വിചാരിച്ചാണ് ഓർഡർ ചെയ്തത്. ഒരു പിക്ക് തന്നെയാണ്, പക്ഷേങ്കിൽ പാർട്ടായിട്ടാണല്ലോ ഇരിക്കുന്നത്. പിന്നെ ഫൈനൽ ലുക്ക് കണ്ടാൽ മനസ്സിലാവും പണി പാളിയില്ല, അടിപൊളി തന്നെയാണ് എന്നുള്ളത്. ഇനി പൊട്ടിക്കാൻ പോണതാണ് മെയിൻ ഐറ്റം. കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. കാരണം 333 രൂപയ്ക്കാണ് ഈ ഒരു ഐറ്റം ഓർഡർ ചെയ്തത്. കയ്യിൽ കിട്ടുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ടെൻഷൻ നല്ല ഉണ്ടായിരുന്നു. കാരണം അത് അധികം പേര് വാങ്ങിച്ചിട്ടില്ല. മറ്റേ നമുക്ക് റിവ്യൂ ഒക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റൂലോ. പിന്നെ നമ്മളിത് വാങ്ങിക്കാൻ കാരണം ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ എന്തോ ഇത് ഒരുപാട് അങ്ങോട്ട് ഇഷ്ടമായി. അപ്പോൾ പിന്നെ എന്തായാലും രണ്ടും കൽപ്പിച്ച് 333 രൂപ മേലെ ഉള്ളൂ എന്ന് വിചാരിച്ചതാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പക്ഷേങ്കിൽ അത് തുറന്നു കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായത് എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം എൻ്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടാവും. അത്രയും 100 ഇരട്ടി സാറ്റിസ്ഫൈഡ് എന്ന് പറയില്ലേ, അത്രയും ക്വാളിറ്റിയിൽ അടിപൊളി ലുക്കിലായിരുന്നു നമുക്ക് കിട്ടിയത്. 333 രൂപയ്ക്ക് ഇങ്ങനെ ഒരു ഐറ്റം ആരും പ്രതീക്ഷിക്കില്ല കേട്ടോ. കുറഞ്ഞ റേറ്റ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് പ്ലാസ്റ്റിക് ആയിരിക്കുമോ എന്നൊക്കെയാണ്. പക്ഷേങ്കിൽ അതൊന്നും അല്ലടാ, സംഭവം അടിപൊളി ആയിട്ടുണ്ട്. എനിക്ക് എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയില്ല. ഈ ഒരു ബുദ്ധനാണ് കേട്ടോ അത്. ഈ വീഡിയോക്കകത്ത് ഫേസ് അത്ര ക്ലിയർ ആവണില്ല. ക്യൂട്ടായിട്ട് ഫേസ് അത് മാത്രമല്ല കേട്ടോ, മൊത്തത്തില് ക്യൂട്ടായിട്ടുള്ള ഒരു ബുദ്ധൻ. വീട്ടിലെ ചെറിയ സ്ഥലത്തൊക്കെ ഒരു ബുദ്ധനെ വെക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും പറ്റിയൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. നമ്മളിത് ഓർഡർ ചെയ്തത് ഈ ജനലിന്റെ താഴെ ഈ സ്റ്റെയർ കേസിന്റെ ഈ കോർണറിലായിട്ട് സെറ്റ് ചെയ്യാനാണ് കേട്ടോ. ഈ സ്റ്റെയർ കേസ് കയറുന്നവിടെയൊക്കെ പേപ്പർ ക്രാഫ്റ്റ് ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ഐറ്റംസും, പിന്നെ ജനലിലാണെന്നുണ്ടെങ്കിൽ മണി പ്ലാന്റ് ഒക്കെ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കോർണറിലാണെങ്കിലും മണി പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കണമെന്ന്. അതുമാത്രമല്ല ബുദ്ധനെ ഒന്ന് ചെറിയ രീതിക്കെങ്കിലും സെറ്റ് ചെയ്തെടുക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഓർഡർ ചെയ്തതാണേ. ഈ ചുമരിലാണെന്നുണ്ടെങ്കിൽ മോൻ പെന്നോണ്ട് പെൻസിലോണ്ട് വരച്ച് വെച്ചതും, പിന്നെ നമ്മളുടെ കൈയിൻ്റെ അടയാളങ്ങളും, പിന്നെ നമ്മൾ ചെടി നനയ്ക്കുമ്പോൾ വെള്ളം ഒഴുകിയിട്ട് അങ്ങനെ നമുക്ക് കറകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് സെറ്റ് ചെയ്യുന്നതിൻ്റെ 2 ദിവസം മുൻപേ തന്നെ മറ്റേ മാജിക് ഇറേസർ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഈ വാൾ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുന്നത് കൊണ്ട് തന്നെ നനവുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിക്കില്ലല്ലോ. അപ്പോൾ 2 ദിവസം മുൻപേ തന്നെ അതെല്ലാം ക്ലീൻ ചെയ്ത് ചുമര നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മളിതെല്ലാം അൺബോക്സ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞില്ലേ സ്റ്റിക്കർ പണി തന്നു എന്നുള്ളത്, ഇല്ല കേട്ടോ. സംഭവം അതിനകത്ത് തന്നെ 1 2 3 എന്നുള്ളത് ഞാൻ കൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മോഡലും എല്ലാം സൈഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോ പാർട്ടായിട്ട് ഈസി ആയിട്ട് തന്നെ ഇതുപോലെ ഒട്ടിച്ചെടുക്കാൻ പറ്റിയിട്ടോ. ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഏകദേശം 50 സെന്റിമീറ്റർ, അതായത് നമ്മുടെ 2 സ്കെയിലും, വലിയ സ്കെയിൽ എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണല്ലോ. അപ്പോൾ അതുപോലെ 2 സ്കെയിലിൻ്റെ നീളം പോലും വേണ്ട കേട്ടോ. 50 സെന്റിമീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. ഫ്രണ്ടിലോട്ടാണെന്നുണ്ടെങ്കിലും 20 സെന്റിമീറ്റർ ഒക്കെ. അപ്പോൾ വളരെ ചെറിയ സ്ഥലത്ത് നമുക്ക് ഭംഗിയാക്കി എടുക്കണം. അല്ലെങ്കിൽ ഒരു ബുദ്ധനെയൊക്കെ സെറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും പറ്റിയ പ്രൊഡക്ട്സ് ആണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ഈ ടേബിളിൻ്റെ വലുപ്പവും ബുദ്ധനെയൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എങ്ങനെ സ്പേസ് വരണം എന്നുള്ളതൊക്കെ നോക്കിയിട്ട് അവിടെ വെക്കാനുള്ള ചെടി സെറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പോട്ട് ഓർഡർ ചെയ്യുക എന്നുള്ള രീതിക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. തൽക്കാലം ആ ജനലിൻ്റെ മുകളിലിരുന്ന 2 മണി പ്ലാന്റിൻ്റെ ചെടിനെടുത്തിട്ട് ഞാൻ 2 സൈഡിലും വെച്ചു. നമ്മൾ ചെയ്ത ചെറിയൊരു കാര്യം, പക്ഷെ അത് നമുക്ക് തരുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് ഒരുപാട് വലുതാണ്. ബുദ്ധൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നത് തന്നെ സന്തോഷമാണ്. രാവിലെയും വൈകുന്നേരവും സാമ്പ്രാണിയുടെ സ്മെല്ല് കൂടെ ആവുമ്പോൾ ഒരു പ്രത്യേക മനസ്സുഖം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ. വീണ്ടും കാണുമ്പോഴേക്കും ബൈ.